ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കടം കയറി എല്ലാം നശിച്ചവരും ഈ പറയുന്ന ഒരു കർപ്പൂരം കൊണ്ട് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ലക്ഷപ്രഭുക്കളായി വരുമെന്നുള്ളതാണ്. ഇത് നിരവധി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിങ്ങൾ ചെയ്തു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് കടയുണ്ടെങ്കിൽ കടയിൽ ചെയ്യാം, ഓഫീസിൽ ചെയ്യാം, വീട്ടിൽ ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചില കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞുതരാം, വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് ചെയ്യാൻ നിങ്ങൾക്കൊരു പ്ലേറ്റ് വേണം. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാത്രമാണെങ്കിലും, ചെറിയ പാത്രം കേട്ടോ, ഇങ്ങനെ ഒരു പാത്രമാണെങ്കിലും മതി. നീ ഇതല്ലെങ്കിൽ ഒരു വലിയ പ്ലേറ്റ്, കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു പ്ലേറ്റ് ആയിരിക്കണം, വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലേറ്റ് ആകരുത്. പിന്നെ ഈ നിറത്തിലുള്ളതാണ് നല്ലത്. ഇനി അതല്ല, കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു സാധാരണ ഒരു പ്ലേറ്റ്, ഒരു വലിപ്പമുള്ള പ്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ വൃത്താകൃതിയിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റോ അല്ലെ ഇതുപോലെയുള്ള ഒരു ഇതോ വല്ലതും വേണം. അതാണ് പ്രധാനമായിട്ടും വേണ്ടത്. അത്രയും മാത്രം മതി. അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തു നോക്കുക. എത്ര ഒരു കടം കയറി നശിച്ചവരെയും ഭഗവാൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരും. അത് നിരവധി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അതിനൊരു പ്രത്യേക രീതിയുണ്ട് ചെയ്യുന്നതിന്. അപ്പോൾ അത് എല്ലാവർക്കും അത് ഉപകാരപ്പെടും. ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്, വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരു വളരെ സന്തോഷം ഉള്ളൊരു കാര്യം, കുറേ നാൾ മുമ്പ് ഞാനൊരു വ്യക്തി എന്നെ ഒരു യാത്രയിൽ കണ്ടതാണ്, അല്ലാതെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, ഓഫീസിലും വന്നതൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം ഗൾഫിലായിരുന്നു, നാട്ടിൽ വന്നിട്ട് ജോലിയൊന്നുമില്ലാതെ വളരെ വിഷമിച്ചൊരവസ്ഥയിലായിരുന്നു. ടെക്നീഷ്യനാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൈരേഖ നോക്കിയിട്ടുണ്ട്, പിന്നെ നക്ഷത്രം നോക്കി ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഉടൻ തന്നെ ഇത്ര മാസത്തിനുള്ളിൽ അങ്ങനെ ഒരു കണക്കാണ് പറഞ്ഞത്, കുറേ നാളായി, അപ്പം നിങ്ങൾക്ക് പുതിയ നല്ല ജോലി കിട്ടും ഗൾഫിൽ തന്നെ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് എന്നെ കാണാൻ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോയതാണ്. അദ്ദേഹത്തിന് ഗൾഫിൽ, അത് രാജ്യം എന്നോട് പറഞ്ഞു, ഞാനതിവിടെ രാജ്യം സൂചിപ്പിക്കുന്നതേ ഉള്ളൂ, ഗൾഫിൽ തന്നെ അവിടെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ടെക്നീഷ്യൻ്റെ ഇതായിട്ട് പുള്ളിക്ക് കിട്ടി. അവർക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. അപ്പോൾ ഇത് അവരെക്കാട്ടും വലിയ സന്തോഷമായി എനിക്ക്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. കാരണം വളരെ സാമ്പത്തികമായിട്ട് നശിച്ചു പോയ ഒരവസ്ഥയിൽ നിന്നൊരു വ്യക്തി, നേരത്തെ പുള്ളി ഗൾഫിലായിരുന്നു, ഇവിടെ വന്നപ്പം നല്ല ഒരു ജോലിയാണ് കിട്ടിയത്. എനിക്ക് അവരുടെ കുടുംബം എന്നോട് ഒരുപാട്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും എല്ലാം നന്ദി പറഞ്ഞു. അദ്ദേഹം പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ വളരെ സന്തോഷം, ഞാൻ സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇത് ജീവിതം രക്ഷപ്പെടാനും അധികം സമയമൊന്നും വേണ്ട, ഈശ്വരനൊന്ന് കനിഞ്ഞാൽ മതി, അധികം സമയമൊന്നും വേണ്ട. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, ഒരു പിടിവള്ളി കിട്ടാതിരിക്കത്തില്ല, ഈശ്വരനെ വിശ്വസിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉപകാരം ചെയ്യുന്ന കാര്യമാണ്, ഒരുപാട് അനുഭവങ്ങളുള്ള കാര്യമാണ്, വിശദമായിട്ട് അത് മനസ്സിലാക്കുക. പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, ഞാൻ വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. വാട്സപ്പിൽ ഇടുക ചെയ്യേണ്ടവരെ. ഹസ്തരേഖ, സംഖ്യാ, ജ്യോതിഷം, ഗ്രഹനില, ഇതാണ് വിശകലനം ചെയ്യുന്നത്. അത് ഫ്രീ ആകുമ്പോഴായിരിക്കും ഞാൻ റിപ്ലൈ തരുന്നത്. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം എത്രയോ നിരവധി മെസ്സേജുകളായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പറ്റുന്നവർക്ക് റിപ്ലൈ തരും, എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ മാത്രമേ പറയത്തുള്ളൂ വീഡിയോ പറയുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. പിന്നെ നോക്കുമ്പോൾ ചില ഈ തമിഴ് സിദ്ധ ജ്യോതിഷം വെച്ച് ചില രഹസ്യ കാര്യങ്ങളിലൂടെ നോക്കുന്നവർക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല, അങ്ങനെ ചില കാര്യങ്ങളും ഉണ്ട്. എന്തായാലും ഇതുപോലുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നതല്ല. അപ്പം പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവൻ, ദേവത, എവരിത്തിങ്, ഒരാളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ. ആവശ്യമുണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നോക്കാതിരിക്കാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഫ്രീ ആകാറില്ല, മുൻഗണനാ കമ്മിറ്റി ഒരു ഡേറ്റ് ഇട്ട് വിടുകയാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഞാൻ മിക്കവാറും വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഇതാണ് സാഹചര്യം. അപ്പം ചെയ്യേണ്ട ഒരു വാട്സപ്പിൽ ഇടുക, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിലാണ് സാഹചര്യം ഓരോ വീഡിയോയിലും പറയുന്നത്. അപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു കർപ്പൂരം കൊണ്ട് ചെയ്യാവുന്ന ആ കാര്യം പറഞ്ഞു തരാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ഓം കൃഷ്ണായ നമഃ, ശിവോഹം. അപ്പോൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഒരു പാത്രം മതി, ചെറിയ പാത്രം, നിങ്ങൾക്ക് വലിയ പാത്രമായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് മതി. വീട്ടിൽ ഉപയോഗിക്കുന്നത് എടുക്കരുത്. നമ്മൾ ഈ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ കടകൾ കാണും, അല്ലെങ്കിൽ സാധാ കടകൾ കാണും, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ വിൽക്കുന്ന കട കാണും. എവിടെ കടയിൽ ചെന്നാലും കിട്ടും. ഞാനിത് നമ്മുടെ അടുത്തൊരു കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ
ഇപ്പം ഒരു സാമാന്യം വലിയ പ്ലേറ്റ് ആണെങ്കിൽ അതിൽ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വെക്കുക. ഇപ്പം ഞാനൊരു ചെറിയ ഇതുപോലൊരു ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഫോട്ടോ വെച്ചിരിക്കുന്നു, ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ. കണ്ടല്ലോ, നിങ്ങൾക്ക് വലിയ ഫോട്ടോ വെക്കാം, കൃഷ്ണൻ്റെ വെക്കാം, ഉണ്ണിക്കണ്ണൻ്റെ വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. വലിയൊരു ഫോട്ടോ വെക്കാം. വലിയ പ്ലേറ്റാണ്, ഞാൻ ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ. ഇനിയും ഇത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഈ പ്ലേറ്റിനകത്ത് തന്നെ ഒരു കർപ്പൂരം കത്തിച്ചിട്ട്, ഇനി ഞാൻ പറയാൻ പോകുന്ന ആ രീതി ശ്രദ്ധിച്ചോണം. ഒരു കർപ്പൂരം കത്തിച്ചിട്ട് ആ കർപ്പൂരത്തിൻ്റെ നാളത്തെ, ആ ദീപത്തെ, കർപ്പൂര നാളത്തെ മാത്രം നോക്കുക. നോക്കി ഞാൻ കൈകൾ കൂപ്പി ഞാൻ പറയുന്ന പോലെ ജപിക്കുക. ഓം നമോ നാരായണായ ഒരു തവണ ജപിക്കുക. ഓം നമോ നാരായണായ നമ എന്ന് ജപിക്കേണ്ട, ഓം നമോ നാരായണായ. കർപ്പൂര നാളത്തെ നോക്കി ഓം നമോ ഭഗവതേ വാസുദേവായ ഒരു തവണ ജപിക്കുക. കർപ്പൂര നാളത്തെ നോക്കി ഓം കൃഷ്ണായ നമ ജപിക്കുക. അപ്പോൾ ഇത്രയും കർപ്പൂര നാളത്തെ നോക്കി നിങ്ങൾ ചെയ്യുക. ജപിച്ചിട്ട് നിങ്ങൾ ഭഗവാനെ, കൃഷ്ണ സഹായിക്കണേ, എനിക്ക് സാമ്പത്തികം നൽകണേ, ഭഗവാന് കോടി പ്രണാമം എന്ന് പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളെല്ലാ ദിവസവും രാവിലെയും സാധിക്കുന്ന ഒരു സന്ധ്യയ്ക്കും ചെയ്യുക, അല്ലെ രാവിലെയെങ്കിലും ചെയ്യുക. ഇതെല്ലാ ദിവസവും ചെയ്യുക. ഇനിയും ഇത് ചെയ്ത ശേഷം നിങ്ങൾ ഒരു നാണയം, 1 രൂപ ആയിക്കോട്ടെ 2 രൂപ ആയിക്കോട്ടെ, നിങ്ങൾ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ എനിക്ക് അനുഭവമുള്ള, അല്ലെ ഈ കുറേ അനുഭവമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. പറ്റുന്നവർ ചെയ്യുക. അതായത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് ഒരു നാണയം മാറ്റി വെക്കുക. ഇനി നിങ്ങളടുത്തുള്ള, നിങ്ങളിപ്പോൾ ദൂരെയുള്ള ആളാണ്, മലബാറിലൊക്കെ ഉള്ളവരാണ്, അല്ലെ ദൂരെയുള്ളവരാണ്, നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞ് ആ ക്ഷേത്രത്തിലേക്ക് വേണ്ടി ഒരു നാണയം, 1 രൂപ 2 രൂപ 1 രൂപ 2 രൂപ എത്ര ആയിക്കോട്ടെ മാറ്റി വെക്കുക. എന്നിട്ട് അത് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച, അതായത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ചയാണ് ഏറ്റവും നല്ലത്, കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഈ ചില്ലറ എണ്ണാതെ ഭഗവാന് സമർപ്പിക്കുക. അത് ചെയ്യുക. അപ്പോൾ ഈ ചില്ലറ കയ്യിൽ പിടിച്ച് 3 പ്രദക്ഷിണം വെക്കണം. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം കൃഷ്ണായ നമ. ഇത് ജപിച്ചുകൊണ്ട് 3 പ്രദക്ഷിണം വെച്ചിട്ട് ഭഗവാനെ എനിക്ക് സമ്പത്ത് നൽകണമെന്ന് പറഞ്ഞത് ഭഗവാനെ സമർപ്പിക്കണം. ഇത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച ചെയ്യുക. സാധാരണ വ്യാഴാഴ്ചകളിൽ കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. അപ്പോഴും ഇതുപോലെ ഒരു ചില്ലറ, അല്പം ചില്ലറ, അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എടുത്തോണം, ഈ മാറ്റി വെക്കുന്നതല്ല. അല്പം ചില്ലറ ഭഗവാന് സാധാരണ വ്യാഴാഴ്ചകളിലും സമർപ്പിക്കുക. കറുത്തവാവ് കഴിഞ്ഞിരുന്ന വ്യാഴാഴ്ച നിങ്ങൾ ദിവസവും രാവിലെ മാറ്റുന്ന ചില്ലറ വേണം സമർപ്പിക്കാൻ. എപ്പം ചില്ലറ സമർപ്പിച്ചാലും നിങ്ങളത് എണ്ണാതെ 3 പ്രദക്ഷിണം വെച്ചിട്ട് വേണം ഭഗവാനെ ഈ 3 മന്ത്രങ്ങളും ചൊല്ലണം. അതിൻ്റെ അകത്ത് കാര്യമുണ്ട് കേട്ടോ. ഈ 3 മന്ത്രങ്ങളും ചൊല്ലണം. അതായത് ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാന്റെ തന്നെ ആ ഭഗവാൻ നാരായണനെയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ ശരീരം തന്നെയാണ്. ഓം കൃഷ്ണായ നമ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പൂർണ്ണ കലകളോടുകൂടിയ അവതാരത്തെയാണ് സ്മരിക്കുന്നത്. ഈ 3 ആയാൽ പൂർണ്ണമായി. മനസ്സിലാവുന്നുണ്ടോ? മാത്രമല്ല ഓം നമോ നാരായണായ ജപിക്കുമ്പോൾ പിതൃപ്രീതി ഉണ്ടാകും. ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുമ്പോഴും എല്ലാ പാപങ്ങളും നമ്മളുടെ ഇല്ലാതാകും, എല്ലാ കർമ്മദോഷങ്ങളും ഇല്ലാതാകും, എല്ലാ ജന്മദുരിതങ്ങളും ഇല്ലാതാകും. ഓം കൃഷ്ണായ നമ ജപിക്കുമ്പം സമ്പത്ത് ഇഷ്ടം പോലെ വരും, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇത് വ്യാഴാഴ്ചകളിൽ ചെയ്തോളുക. ദിവസവും രാവിലെയും വൈകിട്ടും ഇങ്ങനെ കർപ്പൂരം, ഒരു കർപ്പൂരം മതി, സാധാ കർപ്പൂരം മതി, ദിവസവും രാവിലെയും വൈകിട്ടും ചെയ്യുക. ഇനിയിപ്പോൾ രാവിലെ മാത്രം ചെയ്യാൻ പറ്റുന്നവർ രാവിലെ മാത്രം ചെയ്താൽ മതി. ഇനി വ്യാഴാഴ്ചകൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രം ഏതാണോ അവിടെ പോകാം. ഇനിയും പറ്റുന്നവർ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ പോയി കാണുക. ഭഗവാന് നിങ്ങളുടെ കയ്യിലുള്ള ചില്ലറ വ്യാഴാഴ്ചകളിൽ സമർപ്പിക്കുക. ഒരു കുടം വെണ്ണ സമർപ്പിക്കാൻ പറ്റുന്നത് അവിടെ സമർപ്പിക്കുക. 150 രൂപയാണ്. പിന്നെ നിങ്ങളുടെ സാധിക്കുന്ന പോലെ ചെയ്യുക. പിന്നെ കറുത്തവാവ് കഴിഞ്ഞിരുന്ന വ്യാഴാഴ്ച നിങ്ങൾ ദിവസവും രാവിലെ മാറ്റി വെക്കുന്ന നാണയം സമർപ്പിക്കണം. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ഇതെല്ലാം ഭഗവാനെ ഒരു പ്രദക്ഷിണമെങ്കിലും വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പം 3 പ്രദക്ഷിണം വെക്കുവാണ് നല്ലത്. അതുപോലെ ഒറ്റ പ്രദക്ഷിണമെങ്കിലും വെച്ചിട്ട് ഭഗവാനെ സമർപ്പിക്കാൻ നല്ലതാണ്. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്തു ഒരുപാട് വ്യക്തികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ
അത് സാമ്പത്തികമായിട്ട് ഒരുപാട് തകർന്നു പോയവർ. അപ്പോൾ ഇത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് കേട്ടോ. അത് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്ത് രക്ഷപ്പെട്ട കാര്യം പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അത് നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങളാണ് ഭഗവാനെ വിശ്വസിക്കേണ്ടത്. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തിൽ നിന്നാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നത്. ഇനിയും ഒരു രഹസ്യവിദ്യ കൂടെ പറഞ്ഞുതരാം. പക്ഷെ ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഞാൻ എപ്പോഴും ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ് പലപ്പോഴും മനസ്സ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. നിങ്ങൾ ഈ കർപ്പൂരം തെളിയിച്ച് ഈ തട്ടത്തിനകത്ത് നിങ്ങൾ ഫോട്ടോ വെച്ച് വലിയ തട്ടം മേടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരി കൃഷ്ണൻ്റെ പശുവിനോട് നിൽക്കുന്ന കൃഷ്ണൻ്റെ വെക്കാം, അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ വെക്കാം. എന്തായാലും കൃഷ്ണൻ്റെ വെക്കണം. ഉണ്ണിക്കണ്ണൻ്റെയോ അല്ലെങ്കിൽ പശുവിനോട് നിൽക്കുന്ന കൃഷ്ണൻ്റെയോ. ഞാൻ ഉണ്ണിക്കണ്ണനെയാണ് വെക്കുന്നത്. അപ്പോൾ ആ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് വലിയ ഫോട്ടോ വെക്കാം, വലിയ തട്ടം മേടിക്കാം. ഇതിൻ്റെ അത് കർപ്പൂരം ഇങ്ങനെ നമ്മൾ കത്തിക്കുന്നു. കർപ്പൂരം കത്തിക്കുമ്പോൾ ഒരു കർപ്പൂരം തന്നെ കത്തിച്ചോണം. അതിനകത്ത് പിശുക്കൊന്നും വിചാരിക്കണ്ട. ആ കർപ്പൂരം കത്തിക്കുമ്പോൾ കർപ്പൂരനാളത്തെ നമ്മൾ നോക്കി ഓം നമോ നാരായണായ എന്ന് ജപിക്കുമ്പോൾ ഭഗവാനെ നാരായണനെ സങ്കല്പിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുമ്പോഴും ആ ഭഗവാനെ കൃഷ്ണനെ സങ്കല്പിക്കുക. ഓം കൃഷ്ണായ നമഃ എന്ന് ജപിക്കുമ്പോൾ കുചേലൻ്റെ കയ്യിൽ നിന്ന് അവലെ വാങ്ങി കടിക്കുന്ന കൃഷ്ണനെ സങ്കല്പിച്ച് ഓം കൃഷ്ണായ നമഃ ജപിക്കുക. ഈ കർപ്പൂരനാളത്തെ നോക്കി പെട്ടെന്ന് സമ്പത്ത് വരും. രഹസ്യവിദ്യയാണ്, ഒരു സംശയം വേണ്ട. ഭഗവാൻ കാരണം ഞാൻ ഒരാൾക്ക് ഒരു വർഷങ്ങളായിട്ട് കിട്ടാക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എനിക്ക് മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഈ അവല് കഴിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ, കുചേലൻ്റെ കയ്യിൽ നിന്ന് അവല് മേടിച്ച് കഴിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഓം കൃഷ്ണായ നമഃ ജപിക്കണം. ഇതുപോലെ ഈ ദീപനാളത്തെ നോക്കി എന്ന് അവരത് കുറച്ച് ദിവസം രാവിലെ ചെയ്തു. അവരുടെ കിട്ടാനുണ്ടായിരുന്ന ആ പൈസ കിട്ടി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്താൽ. അപ്പോൾ ഇത് സാമ്പത്തികം വരും, ഒരു സംശയം വേണ്ട. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ മതി. ദിവസവും ചെയ്തു. എത്ര കച്ചവടമില്ലാത്ത കടയിലും കച്ചവടം ഉണ്ടാവും. എത്ര തകർന്ന ഒരു ദാരിദ്ര്യമുള്ള വീടും കരക്കയറി വരും. എല്ലാവർക്കും ഗുണമുണ്ടാവും. ഇനി ഇത് നിങ്ങൾക്ക് ചെറിയൊരു ചെറിയൊരു വണ്ടിയാണെങ്കിൽ ആ വണ്ടിയിൽ ഇതുപോലെ ചെറിയ രീതിയിലുള്ള ഫോട്ടോയൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു തട്ടത്തെ വെച്ച്, എന്ന് വെച്ചാൽ വണ്ടിയിലെ തീ ഒക്കെ പടരുമൊന്നും ചെയ്യരുത്, അതേ രീതി ചെയ്യണം. ഇതുപോലൊരു ചെറിയ തട്ടത്തെ വെച്ച് നിങ്ങൾക്ക് വണ്ടിയിലും ചെയ്യാം. വണ്ടിക്ക് നല്ല ഓട്ടം കിട്ടും. കാരണം ഞാൻ പറഞ്ഞ് അതൊക്കെ ചെയ്ത് വണ്ടിക്ക് നല്ല ഓട്ടം കിട്ടുന്ന നല്ലതായിട്ട് ഓടുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു. ഇതിൻ്റെ അകത്ത് ഒരു രഹസ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഈ കർപ്പൂരത്തിൻ്റെ നാളത്തെ ആ ദീപത്തെ നോക്കി ജപിക്കുന്നതിലാണ് അതിൻ്റെ രഹസ്യം കേട്ടോ. പിന്നെയും ഞാൻ പറഞ്ഞ രീതിയിൽ ഈ 3 മന്ത്രങ്ങളും ആ ക്രമത്തിൽ ജപിക്കണം. ഇത് ഓം കൃഷ്ണായ നമഃ ജപിക്കുമ്പോഴും ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുമ്പോഴും കുചേലൻ്റെ കയ്യിൽ നിന്ന് അവല് വാങ്ങി കഴിക്കുന്ന കൃഷ്ണനെ സങ്കല്പിച്ച് ജപിക്കണം. അവിടെ അതിൻ്റെ കാര്യം കിടക്കുന്നത്. പിന്നെ നിങ്ങൾ വ്യാഴാഴ്ചകൾ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചില്ലറ സമർപ്പിക്കുക. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച പോയി നിങ്ങൾ ദിവസവും ഒരു നാണയം കുളി കഴിഞ്ഞ് ഭഗവാന് മാറ്റി വെക്കണം. നിങ്ങൾ പോകുന്ന ക്ഷേത്രം ഏതാണെന്ന് വെച്ചാൽ അവിടത്തേക്ക് വേണ്ടി അത് 1 രൂപ ആയിക്കോട്ടെ, 2 രൂപ ആയിക്കോട്ടെ, 5 രൂപ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 10 രൂപയുടെ നോട്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആ പണമാണ് എണ്ണാതെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച രാവിലെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ, നിങ്ങൾ പോകുന്ന അമ്പലത്തിൽ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അമ്പലത്തിൽ വേണമെങ്കിലും പോകാം, അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക. ഇനിയിപ്പോൾ അമ്പലപ്പുഴ വരാൻ സൗകര്യമുള്ളവർക്ക് അമ്പലപ്പുഴ വരിക. ഞാൻ ഈ അമ്പലപ്പുഴയുടെ കാര്യം എടുത്തു പറയുന്നത്, ഒരു ആള് ഒരു ഓഫീസിട്ട് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുകയായിരുന്നു. അപ്പോൾ 2 വർഷം ആ മനുഷ്യൻ ആ സ്ഥാപനത്തിനകത്ത് നിന്നിട്ടും ഒരു രക്ഷയില്ല. ബിസിനസ് തകർന്ന് തരിപ്പണമായി. അപ്പോൾ ആ അവസ്ഥയിലാണ് പുള്ളിയുടെ കൂടെ ഞാനും പോയി അമ്പലപ്പുഴ. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ എനിക്കും അമ്പലപ്പുഴ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ പോയി കാണും. അപ്പോഴത്തേനും പറഞ്ഞു നമുക്ക് പോയി ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നിട്ട് ഈ പുള്ളിയോട് പറഞ്ഞ് ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു, നിങ്ങളൊരു അന്നദാനത്തിൻ്റെ രസീത് എടുക്കുക. അത് 3500 രൂപ ഏതാണ്ടാണ്. പക്ഷേ അന്നദാനം പറ്റുന്നവർ ചെയ്താൽ മതി, നിങ്ങൾക്ക് സാമ്പത്തികം വരുന്ന അനുസരിച്ച്. നിങ്ങളിപ്പോൾ ഈ പിടിപ്പണം ചില്ലറയും പിന്നെ ഒരു കുടം വെണ്ണ കൂടെ സമർപ്പിച്ചാൽ മതി. അത് ചെയ്താൽ മതി. അന്നദാനം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി. പിന്നെ അവിടെ ഗുരുവായൂരപ്പൻ്റെ നടയുണ്ട്, അവിടെ നിങ്ങളൊരു ചില്ലറ നിങ്ങളുടെ കയ്യിലുള്ള പോലെ എണ്ണാതെ സമർപ്പിക്കണം കേട്ടോ. അപ്പം ഇദ്ദേഹം അങ്ങനെ അന്നദാനത്തിൻ്റെ രസീത് എടുത്തു.
ഭഗവാന്റെ നടയ്ക്ക് നേരെ രസീത് പിടിച്ച് എനിക്കൊരു ജീവിതമാർഗം നൽകണം. പുള്ളിക്ക് അപ്പം തകർന്ന് തരിപ്പണമായി ബിസിനസ്. എനിക്ക് ഭഗവാനെ അപ്പം ഈ കയ്യിലുള്ള പൈസയെല്ലാം നഷ്ടപ്പെട്ടു, ഒരു വല്ലാത്ത അവസ്ഥയിലാണ്, ഒരു ജീവിതമാർഗ്ഗം ഇല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ കൂടെ ഉണ്ട്, ഞാനാണ് ഇത് പറഞ്ഞ് ചെയ്യിക്കുന്നത്. അപ്പം എനിക്കൊരു ജീവിതമാർഗ്ഗം നൽകണേ ഭഗവാൻ. അങ്ങനെ തന്നെ പറയാനാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങളുടെ കടവോ ബാധ്യതയോ ഒന്നും പറയണ്ട. ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണം, ജീവിതമാർഗ്ഗം നൽകണം. ഇദ്ദേഹം അതിനുവേണ്ടി ഞാൻ ഭഗവാൻ ഇവിടെ അന്നദാനത്തിന് സമർപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ അന്നദാനത്തിൻ്റെ രസീത് കൈ പിടിച്ച് പ്രാർത്ഥിക്കുക. കോപ്പി അവരുടെ കയ്യിലുണ്ട്, അവർ ചെയ്തോളും. നമ്മൾ രസീത് നടക്കി ആരെയും പിടിച്ച് പ്രാർത്ഥിക്കുക. ആ രസീത് നമുക്ക് ഇനി കൊണ്ടുവരാം. ഇത് ചെയ്ത് അത്ഭുതം എന്ന് പറയട്ടെ, അത് എനിക്കിപ്പോഴും പറയുമ്പോഴത് ഭയങ്കര ഒരു ഒരു അതിശയമാണ്. ഇദ്ദേഹത്തിന് വേറെ ഒരു സ്ഥലത്തൊരു റൂം കിട്ടി. അത് ഒരാൾ ഇദ്ദേഹത്തിനോട് ഇങ്ങോട്ട് ചോദിച്ച് വന്നതാണ്. അപ്പോൾ ആ റൂമിൽ അന്ന് വേറൊരാളുണ്ടായിരുന്നു, വേറൊരു ബിസിനസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിനോട് പരിചയമുള്ള ഒരാൾ പറഞ്ഞു ടൗണിലാണ്. അപ്പം ഞാൻ ആ സ്ഥലമൊന്നും പറയുന്നില്ല, അത് ശരിയല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ടൗണിൽ ഇന്നടുത്തൊരു റൂമുണ്ട്. അപ്പോൾ ആ റൂം അവിടെ ആളുണ്ട്, അവർ മാറുവാണ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ശരി, അവർ ഒരാളുടെ തൊഴിൽ ചെയ്യുന്നതാണ്, അവർ മാറിയെങ്കിൽ എനിക്ക് തന്നാൽ മതി. കാരണം നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ്, വേറൊരുത്തൻ്റെ കഞ്ഞി പാറ്റായിട്ടിട്ട് നമുക്കൊരു പൈസ വേണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാം. അപ്പം അദ്ദേഹം പറഞ്ഞു അവർ മാറുവാണെങ്കിൽ എനിക്ക് തന്നാൽ മതി. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് മാറി, അവർക്ക് വേറെ നല്ല റൂം, വേറെ അവർക്ക് പറ്റിയ റൂം കിട്ടി, അവർ വേറെ മാറി. ഈ റൂം ഇദ്ദേഹത്തിന് കിട്ടി. ആ റൂം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്, അതുകൊണ്ടായി പറഞ്ഞത്. ഞാൻ ഉദ്ഘാടനം ചെയ്ത് അപ്പം ആ റൂമിൽ പുള്ളി തൊഴിലിനിരുന്നു. പുള്ളിയുടെ സ്വന്തമായ ബിസിനസ്സാണ്. അപ്പോൾ അന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഒരു 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 നല്ല ഒരു ഉയർന്ന ഒരു ആളെയാണ് വിളിച്ചത്, ഒരു നല്ല പൊസിഷൻ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് അത് വരാൻ പറ്റിയില്ല. അപ്പം ഞാനാ കൂടെ ഉള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഉദ്ഘാടനം ചെയ്യാൻ. ഞാനല്ലാതെ ഉദ്ഘാടനം ചെയ്യാനൊന്നും നിരൂപിച്ചിരുന്നതല്ല. ഞാൻ എന്നാ എടുത്തു, ഒരു സാമ്പ്രാണി എടുത്ത് അങ്ങോട്ട് കത്തിച്ചു. എന്നിട്ട് ഈശ്വര പരമേശ്വര ഇദ്ദേഹത്തിന് ഈ തൊഴിൽ കൊണ്ട് ജീവിക്കാൻ സഹായിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ട് സാമ്പ്രാണി അവിടെ കുത്തിവെച്ചു. അതാണ് എൻ്റെ ഉദ്ഘാടനം. അത്ര ചെയ്തുകൊണ്ട് വേറെ ചെയ്യും. പക്ഷേ എനിക്ക് പുള്ളി രക്ഷപ്പെടുമെന്ന് എനിക്കറിയായിരുന്നു. ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹമുണ്ട്, പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. പുള്ളിക്ക് ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹമാണ്, അത് മതി, വേറെ ഒന്നും വേണ്ട. ഞാൻ ആരുമല്ല, ഞാൻ അവിടെ ഒരു പ്രാർത്ഥന നടത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട്, അത് രക്ഷപ്പെടുമെന്നുള്ളതായിരുന്നു എനിക്ക് സംശയമില്ല. അദ്ദേഹത്തിന് അന്ന് മുതൽ കരക്കയറ്റുക, ഇഷ്ടംപോലെ സാമ്പത്തികം വന്നു, തൊഴിൽ, വർക്ക്, എല്ലാം വരുമാനം കൂടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഉണ്ണിക്കണ്ണൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാനുള്ള കാര്യമില്ല. കാരണം എനിക്ക് അനുഭവമുള്ള കാര്യമാണ്, അല്ലെ ഞാൻ പറഞ്ഞു ചെയ്തവർക്ക് അനുഭവമുള്ള കാര്യമാണ്. സാമ്പത്തികപരമായ പല കാര്യങ്ങളിലും എനിക്കിത് അനുഭവമുണ്ട്, പലർക്കും പറഞ്ഞു കൊടുത്തവർക്കും അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഈ ഭഗവാന്റെ കാര്യം എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാര്യം കേട്ടോ. അത് കാര്യമുള്ളതുകൊണ്ട് നമുക്ക് അനുഭവമുള്ള കാര്യമില്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, ആ നിലയിൽ പറയുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യുക. എനിക്ക് അനുഭവം, നിങ്ങൾ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്താലും മതി. ഇപ്പം മലബാർ ഏരിയകൾ അല്ലെ ബാംഗ്ലൂർ അല്ലെ ചെന്നൈയിലൊക്കെ ഉള്ളവരാണ്, നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്താൽ മതി, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എവിടെ ഭഗവാൻ എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. നിങ്ങൾ പൂർണ്ണ ഭക്തിയോടെ ചെയ്താൽ മതി, വിശ്വാസത്തോടെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ അമ്പലപ്പുഴയുടെ അടുത്ത് കിടക്കുന്നവരും അല്ലെ പോകാൻ പറ്റുന്നവരും അവിടെ പോവുക, അത്രയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ആ ഒരു അനുഭവം വന്ന കാര്യമായതുകൊണ്ട് ഞാനത് അതേ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഭഗവാനോടുള്ള ആ ഒരു ഭക്തി, വിശ്വാസം എല്ലാം. അപ്പം ഭഗവാൻ അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. എത്ര തകർന്നവരെയും ഭഗവാൻ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്നുള്ളതാണ്. എത്ര തകർന്നവരെയും, തകർന്ന തരിപ്പണമായാലും ഭഗവാൻ കൃഷ്ണൻ വിചാരിച്ചാൽ ഭഗവാൻ ഉയർത്തിക്കൊണ്ട് വരാം. എനിക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നപ്പം ഒരു 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 സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഭഗവാനെ ഞാനവിടെ വന്നേക്കാം എന്ന് ഞാൻ നേർന്നേ ഉള്ളൂ. എൻ്റെ കാര്യത്തിന് സോൾവായി. ഞാൻ ഭഗവാനെ അവിടെ പോയി കണ്ടു, തൊഴുതു, വെണ്ണ സമർപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകളുടെ അനുഭവം, എൻ്റെ അനുഭവം, ഞാൻ പറഞ്ഞു കൊടുത്ത ഒരുപാട് ആളുകളുടെ അനുഭവം എല്ലാം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഭഗവാന്റെ നാമം കൂടുതലായിട്ട് പറയുന്നത്. അവിടെ തന്നെ ഒരു നടയുണ്ട്, ഗുരുവായൂർ നട. അമ്പലപ്പുഴയിൽ തന്നെ ഒരു നടയുണ്ട്, ഗുരുവായൂർ നട. അവിടെയും പോകണം. അവിടെ നിങ്ങൾ ചില്ലറ സമർപ്പിക്കണം. അതിനെല്ലാം കുറച്ച് ചില്ലറ കൈ കരുതി പോകണം, എണ്ണാതെ വേണം സമർപ്പിക്കാൻ കേട്ടോ. ഉണ്ണിക്കണ്ണന് സമർപ്പിക്കണം ചില്ലറ. കുടം വെണ്ണ, ഒരു കുടം വെണ്ണ എന്ന് പറഞ്ഞാൽ 150 രൂപ അവിടെ ഉണ്ട്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കുക. അതാണ് ഏറ്റവും. ഭഗവാനെ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും, അതിനകത്ത് യാതൊരു സംശയം വേണ്ട. പിന്നെ ഇന്ന് ഭഗവാനെക്കുറിച്ച് വിശേഷ പറയാൻ കാര്യം, ഇന്ന് വെളുപ്പിന് ഏകദേശം ഒരു 3 മണിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഭഗവാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ എനിക്ക് സ്വപ്നദർശനം കിട്ടി. അത് നേരത്തെ ഒരിക്കലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഭഗവാന്റെ ആ ദിവ്യ സ്വരൂപം, ആ സ്വരൂപം ഒരു ഫോട്ടോയിലും ഇല്ല. അതുപോലെ ഭംഗിയും ഉള്ള ദിവ്യ സ്വരൂപം
എനിക്ക് ആ സ്വപ്ന ദർശനത്തിൽ കാണാൻ പറ്റി. അപ്പം അത് ഒരു ഭയങ്കര അനുഭവമായിരുന്നു. അപ്പം ഭഗവാന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഭഗവാന്റെ ചില അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് ഇന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കെല്ലാം അത് പ്രയോജനം ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ ജീവിതം കരക്കയറും, നിങ്ങളുടെ എല്ലാ ജീവിതം രക്ഷപ്പെടും. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ആണ് ചെയ്യേണ്ടത്. ഇത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നല്ല കാര്യങ്ങളുടെ പുറകെ മാത്രമേ പോകാവുള്ളൂ. എൻ്റെ എന്നല്ല ആര് പറഞ്ഞാൽ. അത് നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും വേണം നിങ്ങളെ തീരുമാനിക്കാൻ. നിങ്ങൾ മോശം കാര്യത്തിൻ്റെ പുറകെ പോയിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ പോയിട്ടാണ് നിങ്ങളതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഈശ്വരൻ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ എന്നല്ല ആദ്യമാണെങ്കിലും നമുക്ക് നല്ലത് മാത്രം തരുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. ഞാനെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ പറയുന്നവരുള്ളൂ. അതുപോലെ നല്ല കാര്യങ്ങൾ പറയാൻ ധാരാളം ആളുകളുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പുറകെ പോയിട്ട് നല്ലത് പ്രതീക്ഷിക്കരുത്. നല്ലത് ചിന്തിക്കുക, നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക. നമ്മൾ പറയുന്ന എല്ലാം ഇതുപോലുള്ള നല്ല കാര്യങ്ങളാണ്. പിന്നെ പച്ചപ്പട്ടിൻ്റെ കാര്യം എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഈ സംശയത്തിനൊന്നും കാര്യമില്ല. പച്ചപ്പട്ട് രാവിലെയാണ് ചെയ്യുന്നത്, വെള്ളിയാഴ്ചയാണ് ചെയ്യുന്നത്. പച്ചപ്പട്ടിനകത്താണ് പണം വയ്ക്കുന്നത്. പിന്നെ പലരും ചോദിക്കുന്നത് ഈ പണം മാറാമോ, പണം മാറ്റി മാറ്റി വെക്കാമോ? അതിലൊന്നും തെറ്റില്ല. പണം മാറ്റി മാറ്റി വെക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. പക്ഷെ പണം എപ്പോഴും അതിൻ്റെ അകത്ത് കാണണം. കുറച്ച് പണം എപ്പോഴും അതിൻ്റെ അകത്ത് കാണണം. പണം മാറ്റി വെക്കുന്നതിലോ പണം അതിൻ്റെ കൂടെ കൂട്ടി വെക്കുന്നതിലോ തെറ്റില്ല കേട്ടോ. പണം പക്ഷേ അതിൻ്റെ അകത്ത് ഇല്ലാതെ വരരുത് പച്ചപ്പട്ടിനകത്ത്. അതെപ്പോഴും ഓർത്തോണം കേട്ടോ. അത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അല്ലാതെ ഇതിന് മാത്രം സംശയത്തിൻ്റെ കാര്യമൊന്നുമില്ല. പച്ചപ്പട്ടിൻ്റെ വീഡിയോ ഇട്ടപ്പം തൊട്ട് ഒരുപാട് സംശയങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ സംശയം എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അകത്ത് ഇനിയും സംശയത്തിൻ്റെ കാര്യമില്ല. ഇനി സംശയം ഉണ്ടെങ്കിൽ അവനവൻ്റെ കുഴപ്പമാണ്. അത് പരമാവധി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന രീതിയിലാണ്. ഇനി സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ സംശയമുള്ളവർ എന്ത് ചെയ്താലും അത് അവർ തന്നെ വിചാരിക്കണം രക്ഷപ്പെടണമെങ്കിൽ. അത് ആവശ്യമില്ലാത്ത സംശയമാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പച്ചപ്പട്ടിൻ്റെ ആ വിദ്യ ചെയ്തവർ ഒരുപാട് പേര് കാശുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യാം. അപ്പോൾ അത് സംശയം നിവാരണത്തിന് വേണ്ടി 2 കാര്യങ്ങൾ പറഞ്ഞാൽ, പച്ചപ്പട്ടിൻ്റെ രാവിലെയാണ് ചെയ്യുന്നത്. അതിരാവിലെ ചെയ്താൽ നല്ലതാണ്, ഒരു 6:30 മുമ്പൊക്കെ. ഇനി 6:30 കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, രാവിലെ ചെയ്യണമെന്നുള്ളൂ. പച്ചപ്പട്ടിന് അത് പിന്നെ ആളുകളുടെ സംശയം പൈസ വെക്കുന്നത് മാറ്റി മാറ്റി വെക്കാമോ? മാറ്റി മാറ്റി വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ പണം കൂട്ടി വെക്കുന്നവരുണ്ട്, അങ്ങനെ സാമ്പത്തികം വളരെ ഉണ്ടായവരുണ്ട്. പിന്നെ ഈ പണം ഇല്ലാതെ വരരുത് അതിൻ്റെ അകത്ത്, അത്രയേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്കെല്ലാം അത് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഒരുപാട് ആളുകളുടെ ജീവിതം മാറി. അപ്പോൾ എനിക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം വളരെ സന്തോഷം ഉണ്ടായത്, നമ്മുടെ ഞാൻ നോക്കി പറഞ്ഞ ആ ഒരു മനുഷ്യൻ, ആ ഒരു ഗൾഫിലെ രാജകൊട്ടാരത്തിൽ ജോലി കിട്ടി. അത് ഈ നാവ് കൊണ്ട് പറഞ്ഞതാണ്. അത് ഭഗവാന്റെ, ഞാൻ നക്ഷത്രം നോക്കി അയാളുടെ കൈരേഖ പരിശോധിച്ചു ഒക്കെ പറഞ്ഞു. അത് അതുപോലെ തന്നെ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം ഈശ്വരന് നന്ദി, ഈശ്വരൻ്റെ മഹത്വം. ഇതൊന്നും എൻ്റെ കഴിവുകളോ, നമ്മളാരും അല്ലല്ലോ, നമ്മളൊന്നുമല്ല. നമുക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ പറയുന്നു, ആ പരമേശ്വരനെ സങ്കല്പിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ആവശ്യമുള്ളവർ മനസ്സിലാക്കും, ആവശ്യമുള്ളവർ സ്വീകരിക്കും, ആവശ്യമുള്ളവർ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. പിന്നെ ഇനിയിപ്പം ഈ ലഹരി, മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങൾ, ദുശീലങ്ങളിൽപ്പെട്ട് നശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. പക്ഷേ ഒരുപാട് ആളുകൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇനി എപ്പോഴും ഒരു സാഹചര്യം കിട്ടുമ്പോൾ അങ്ങനെ ഒരു വീഡിയോ, ദുശീലങ്ങൾ അവരുടെ പുറകെ പോയി നശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഒരു നല്ല ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുന്നു. അത് സമയം കിട്ടിയാലേ ചെയ്യത്തുള്ളൂ. ചെയ്യുമെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, അതിൽ ശ്രമിക്കാം എന്നുള്ളതാണ്. കാരണം വാട്സപ്പിൽ ഒരുപാട് പേര് അത് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശ്രമിക്കാം, ഭഗവാൻ അനുവദിച്ചാൽ ചെയ്യാം. ഇപ്പം നമുക്കൊന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഭഗവാൻ തരുന്ന ചില കാര്യങ്ങൾ ആ വിഷയങ്ങളായിട്ട് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ഒരു വിഷയങ്ങളെക്കുറിച്ചും പറയാറില്ല. ഞാൻ ഏതൊക്കെ ഒരു തമിഴ് സിദ്ധന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഭഗവാൻ എനിക്ക് തരുന്ന ഒരു ഉൾക്കാഴ്ചയാണ്. അല്ലാതൊരു തമിഴ് സിദ്ധനെക്കുറിച്ച് ഞാൻ പറയത്തില്ല. നിങ്ങളിപ്പോൾ ഒരാളെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയാറില്ല. എനിക്ക് ഭഗവാൻ ഉൾക്കാഴ്ച തരണം. അങ്ങനെയുള്ള കാര്യങ്ങളെ, അത് അഗസ്ത്യരായിക്കോട്ടെ, കാകാപുശുണ്ടരായിക്കോട്ടെ, ഗോരക്കരായിക്കോട്ടെ, ചട്ടമുനി ആയിക്കോട്ടെ, ഏത് സിദ്ധന്മാരാണെങ്കിലും, ശ്രുതിഭാവ ആയിക്കോട്ടെ, അത് ഭഗവാൻ എനിക്ക് ഉൾക്കാഴ്ച തന്നവരെക്കുറിച്ചാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഞാൻ പറയാറില്ല. ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടാതെ, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അനുവാദം കിട്ടാതെ, ഭഗവാൻ ഒരു ഉൾക്കാഴ്ച തരാതെ ഞാൻ പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലഹരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ, ദുശീലങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ലൊരു മാറ്റം വരാൻ വേണ്ടി ഭഗവാൻ എനിക്കൊരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു അനുമതി തന്നാൽ ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിപ്പം ചെയ്യാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല. അതിലും ഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും വീട്ടിൽ നന്മ ഉണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ.
നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകട്ടെ. സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുക. ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു കുഴപ്പം വരത്തില്ല ആർക്കും. എൻ്റെ പ്രാർത്ഥനയുണ്ട് എല്ലാവർക്കും വേണ്ടി. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. ഞാൻ ഉണ്ണികൃഷ്ണനോട് അല്ലെ കൃഷ്ണനോടൊക്കെ പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ എല്ലാവർക്കും ജീവിതം മാറണേ, എല്ലാവർക്കും നന്മ ഉണ്ടാകണേ, എല്ലാവരും ജീവിതത്തിലേക്ക് സമ്പത്ത് വരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിപ്പോൾ എനിക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം പ്രാർത്ഥനയുണ്ട്. നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സന്തോഷമായിരിക്കുക. ജീവിതത്തിൽ നമ്മൾ പരിശ്രമിക്കാൻ കൂടെ വേണം. നമ്മുടെ കഴിവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം. നമ്മൾ അധ്വാനിച്ച് കാലും കൈയും നഷ്ടപ്പെട്ടവർ വരെ ഈ ലോകത്ത് അവർ ജീവിക്കുന്നുണ്ട്. അപ്പം ഈശ്വരൻ അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകാതെ നല്ല കഴിവുകൾ നൽകിയവർ തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തണം. മനസ്സിലാകുന്നില്ല. അപ്പം ചെറിയ കാര്യങ്ങൾക്ക് ഒരു നിരാശരായിട്ട് നടക്കരുത്. നിരാശ ഒരിക്കലും പാടില്ല. ഈശ്വരനെ വിളിച്ചാൽ ഈശ്വരൻ ഒരു വഴിയല്ല വേറൊരു വഴി തുറന്നു വരും. സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.